ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് പനീർ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. എനിക്ക് സമയങ്ങളെ നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് കടക്കാം. ആദ്യം തന്നെ പനീർ ഫ്രൈഡ് റൈസിന് ആവശ്യമായ അരി കുക്ക് ചെയ്തെടുക്കുകയാണ്. ഒരു പാത്രത്തിനകത്ത് വെള്ളമെടുത്തതിനകത്ത് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഓയിൽ എന്നിവ ചേർത്ത് കൊടുത്തുകൊണ്ട് 15 മിനിറ്റോളം കുതിർത്ത് വെച്ചിരിക്കുന്ന ഇന്ത്യ ഗേറ്റിൻ്റെ ബസുമതി റൈസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏകദേശം ഒരു 10-15 മിനിറ്റുള്ളിൽ നമുക്കിത് കുക്ക് ചെയ്ത് കിട്ടുന്നതാണ്. 3/4 വേവോളം മാത്രമേ നമ്മൾ വേവിച്ചെടുക്കാൻ പാടുള്ളൂ. ശേഷം അത് നമ്മൾ തണുക്കാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. നന്നായി തണുത്തതിന് ശേഷം മാത്രം നമ്മളത് ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. റൈസ് കുക്ക് ചെയ്താൽ നമുക്ക് നേരെ പനീർ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് ഗരം മസാല ഇവ ചേർത്തുകൊണ്ട് നമുക്ക് പനീർ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ പനീർ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആവശ്യത്തിന് ഓയിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നോൺ സ്റ്റിക്കി പാൻ ഉപയോഗിച്ചുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഓയിൽ ഉപയോഗിക്കാതെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. പനീർ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ റൈസ് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു കടായി അടുപ്പത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1.5 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, വെളുത്തുള്ളി ഇവ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ പച്ച സ്മെല്ല് മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 തരം ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസ് ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞത്, കൂടാതെ വൈറ്റ് സ്പ്രിംഗ് ഒനിയൻ കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊന്ന് വാട്ടിയെടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കതിനകത്തേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടാതെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടി അതേസമയം നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ക്യാരറ്റ്, ബീൻസ് ഇതൊന്നും അധികം വെന്ത് പോകാതെ ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കാബേജ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കാബേജ്, കൂടാതെ ക്യാപ്സിക്കം, കോണ് ഇവ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ സോസ് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ആദ്യം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഗ്രീൻ ചില്ലി സോസാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. 1 ടീസ്പൂണാണ്. അതോടൊപ്പം സോയ സോസും 1 ടീസ്പൂൺ അളവിൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതോടൊപ്പം 1 ടീസ്പൂൺ അളവിൽ നാരങ്ങ നീര് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഒരു 3/4 വേവോളം വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. റൈസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതിനകത്തേക്ക് നമ്മളത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഓയിൽ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിരിക്കുന്നുണ്ട്. റൈസ് പൊട്ടിപ്പോകാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നതാണ്. മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് അത് ചേർക്കാതിരിക്കാം. ഞാനിവിടെ ഒരു പിടി മല്ലിയില ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിരിക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മളെ പനീർ ഫ്രൈഡ് റൈസ് തയ്യാറായി കഴിഞ്ഞു.